അല്ല, ഇവർ പല ഈ ഫ്രണ്ട്സിനായാലും ഒക്കെ ഈ വണ്ടി വാങ്ങിക്കാമെന്നും അങ്ങനെ ഐഫോൺ വാങ്ങിക്കാമെന്നും ഒക്കെ ഇവർ പല പ്ലാൻ ഉണ്ടായിരുന്നു. പൈസ സമ്പാദിക്കാനുള്ളൊരു ലക്ഷ്യം കൂടെ അവർക്കുണ്ട്. ആ, കുട്ടിക്ക് മറ്റവരെ സുഹൃത്തുക്കളായിട്ട് അറിയാം, പക്ഷേ മെയിൻ കുട്ടിയുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ആളാണ്. ബോയ് ഫ്രണ്ടും ബോയ് ഫ്രണ്ട് സുഹൃത്തുക്കളാണ്. അതെ, ഇവർ ഈ ക്രൈം നടത്തിയതിന് ശേഷം ഈ സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് മനസ്സിലാവുന്നത്. മുളക് പൊടിയൊക്കെ വിതറിയാൽ പോലീസിനെ കബളിപ്പിക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മുളക് പൊടിയൊക്കെ വിതറിയിട്ടാണ് പോയത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും ഒരു 17-16 വയസ്സുള്ള കുട്ടികളാണ്, പെൺകുട്ടി 13 വയസ്സുള്ളതാണ്. അപ്പോൾ ഒരു അഡൾട്ടിനെ പോലെ തന്നെയാണ് ഇവർ ആ ക്രൈമിനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹീനസായിട്ടുള്ള ഒഫൻസ് ചെയ്ത ആ രീതിയിൽ ലീഗലായിട്ടുള്ള തുടർ നടപടി പോലീസ് ഏറ്റെടുക്കുന്നതാണ്. അതെ, അതാ ലീഗലായിട്ട് ചെയ്യാനുള്ളത് പോലീസിന് ചെയ്യാൻ പറ്റും. അതെ, അത് അല്ല, ഇനിയിപ്പോൾ നമ്മൾ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ അവർക്ക് ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ തുടർ നടപടികൾ അത് വെച്ച് ചെയ്യും. അതാ പറഞ്ഞ അങ്ങനെ ഒരു ബാഡ് ടച്ച് ഉണ്ടായതായിട്ട് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് അന്വേഷണത്തിൽ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. 13 വയസ്സുകാരി ഇങ്ങനത്തെ ഒരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാന്നൊക്കെ നമ്മളൊരു സൊസൈറ്റിയിൽ അത്ര നമ്മൾ പെട്ടെന്ന് ദഹിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ കുട്ടി അങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ പോകാൻ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്താണ് മനസ്സിലാകുന്നത്? സിനിമയുടെ സ്വാധീനമാണോ, അല്ലെങ്കിൽ റീൽസ് സ്വാധീനമാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആംഗിൾ അതിലുണ്ടോ? ഇല്ല, അതൊക്കെ നമ്മൾ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷേ കുട്ടിക്കൊരു ഫാമിലിയിലുള്ളൊരു ചെറിയ ഇഷ്യൂസ് അവിടെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ട്. നമ്മൾ കൂടുതൽ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് കുട്ടിക്ക് എങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു ഇത് ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല, പക്ഷെ കുട്ടി മുമ്പ് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് പരാതികളുണ്ടായിരുന്നു. അത് പക്ഷേ അത്രേ ഉള്ളൂ. അതെ, അത് അഡൾട്ടായിട്ട് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ലീഗൽ ഓപ്ഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോൾ ആസ് ഓഫ് നോ നമ്മൾ ഈ JJBയുടെ മുമ്പിലാകെ അപ്രഹൻ ചെയ്താണ് ചെയ്യുന്നത്. അപ്രഹൻ ചെയ്തിട്ടത് അതിലാണ്. അതിൽ 2 പേര് ഇപ്പോൾ +1-ഉം +2-ലും പഠിക്കുകയാണ് കൊല്ലത്ത് തന്നെ. ഒരാൾ +1-ന് ശേഷം പഠനം നടത്തിയതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിൽ ഏകദേശം അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതൊക്കെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. ആസ് ഓഫ് നോ നമുക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അത് എല്ലാ ആസ്പെക്റ്റിലും നമ്മളിനി തുടരന്വേഷണം ഉണ്ടാവും. ഇതിന് കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ്. ഒരുപാട് ഡിജിറ്റൽ എവിഡൻസും മറ്റ് എവിഡൻസുകളൊക്കെ നമുക്ക് ഇതിലൂടെ ഓൾറെഡി തന്നെ ഒരുപാട് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. ആവശ്യത്തിനുള്ള എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ എവിഡൻസിലും കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് സ്മോദറിംഗ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്